ഈ പ്രപഞ്ചത്തിന്റെ ധർമ്മമാണ്. ഈ ധർമ്മത്തിൽ നിന്ന് സമാജം വഴിതെറ്റി പോകുന്നത് കൊണ്ടാണ്, വഴിമാറി പോകുന്നത് കൊണ്ടാണ് ഇന്ന് കാണുന്ന അശാന്തിയും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടായി. കുംഭമേളയുടെ ആശയം ഇതാരാന്ന് മനസ്സിലായില്ലേ? ഇത് നമ്മളെ കേരള കുംഭമേളയ്ക്ക് നേതൃത്വം നൽകിയ എന്താ പറയാ പ്രധാനപ്പെട്ട ഒരു ഹിന്ദു മത സന്യാസി, അല്ലെങ്കിൽ സനാതന ധർമ്മത്തിന്റെ വക്താവായ ഒരു സന്യാസിയാണ്. ഇദ്ദേഹം പറയുന്നത് സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ ധർമ്മമാണ്. ഈ സനാതന ധർമ്മത്തിൽ നിന്ന് മാറി ചിന്തിക്കുമ്പോഴാണ് അശാന്തിയും പ്രശ്നങ്ങളും ഒക്കെ ഈ രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്ത് ഉണ്ടാകുന്നത്. അത് തിരിച്ചു പിടിക്കാനാണ് ഈ കുംഭമേളൊക്കെ നടത്തിയതെന്നാണ്. സ്വാമി, ഈ സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ പോലെ ഈ പ്രകൃതി ധർമ്മമൊന്നുമല്ല. സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ ജാതി വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ പ്രാചീന സംസ്കൃതിയിൽ രൂപം കൊണ്ട മനുഷ്യനെ മനുഷ്യനായി കാണാൻ പഠിപ്പിക്കാത്ത പ്രാകൃതവും അന്ധവിശ്വാസ ജടിലവുമായ ഒരു സംഹിത, ഒരു തത്വസംഹിതയാണ് ഈ സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ. അത് നിങ്ങൾ 2000 വർഷത്തോളം അത് കൊണ്ടു നടന്നിട്ട് ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഒരു മുട്ടുസൂചി പോലും ഉണ്ടാക്കാൻ ഈ സനാതന ധർമ്മത്തിന്റെ വക്താക്കൾക്ക് സാധിച്ചിട്ടില്ല. ഒരു പാരസെറ്റാമോൾ പോലും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. ആധുനിക സമൂഹം വളർന്നത് ശാസ്ത്രത്തിൻ്റെയും സ്വതന്ത്ര ചിന്തയുടെയും ബലത്തിലാണ്. അത് ഈ സനാതന ധർമ്മം കൊണ്ടല്ല. ഈ സനാതന ധർമ്മം കൊണ്ട്, സനാതന ധർമ്മത്തിൽ നിന്ന് ആളുകൾ മാറി ചിന്തിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇന്ത്യ വളർന്നത്. വൈദേശികരായ ആളുകൾ ഇവിടെ വന്നപ്പോൾ ബ്രിട്ടീഷുകാരുടെ ഒരു ഭരണത്തിൻ്റെ കീഴിൽ ഈ പറഞ്ഞ ആളുകളൊക്കെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടുകയും ശാസ്ത്രം പഠിക്കുകയും ചെയ്ത് നിങ്ങൾ ഈ പറഞ്ഞ ഈ സനാതന ധർമ്മത്തിൽ നിന്ന് മാറി ചിന്തിച്ച് സനാതന ധർമ്മത്തിൻ്റെ അന്ധവിശ്വാസവും മാനവിക വിരുദ്ധവുമായ തത്വങ്ങളെ തള്ളിക്കളഞ്ഞപ്പോഴാണ് ആധുനിക സമൂഹം രൂപപ്പെട്ടത്. ഇനി വീണ്ടും ഞങ്ങൾ ആ ഒരു പഴയ സനാതന ധർമ്മത്തിലേക്ക് നടത്തിയിട്ട് ഈ തുണി എടുക്കാതെ നടക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കരുത്, അങ്ങനെ ആക്കി തീർക്കരുത് എന്നാണ് പറയാനുള്ളത്. നമ്മൾ ഈ സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ ഈ സാധനം ഈ കഞ്ചാവും വലിച്ച് തുണി എടുക്കാതെ നടക്കണമല്ല ഈ സനാതന ധർമ്മം, പ്രകൃതിയുടെ ധർമ്മം എന്ന് പറഞ്ഞാൽ അതിലേക്ക് ഞങ്ങൾക്ക് പോകാൻ താല്പര്യമില്ല. അതുകൊണ്ട് ആ അമ്മ ഒരു വർത്തമാനം പറഞ്ഞാണ്ട് ദയവായി ഇനി ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കരുത് എന്നാണ് പറയാനുള്ളത്. ഓക്കെ.